നമസ്കാരം. ഏതേൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിലേക്ക് സ്വാഗതം. ജീവിതവും കരിയറും എന്നാസ്പദമാക്കിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ജീവിതം എന്നാൽ എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. നമുക്കറിയാം, ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ പ്രസൻസിനെയാണ് ലൈഫ്, ജീവിതം എന്ന് പറയുന്നത്. അതായത് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ഈ ഭൂമിയിലാണെങ്കിൽ ഓരോ മനുഷ്യരും തൻ്റെ ശരീരം ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉറുമ്പാണെങ്കിൽ ഉറുമ്പിൻ്റെ ശരീരം ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്, മനുഷ്യനാണെങ്കിലും മനുഷ്യൻ്റെ ശരീരം ഒരു സ്പേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൃഗജാലകങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും എല്ലാം സ്പേസ് എടുത്തിട്ടുണ്ട്. ഈ ഭൂമിയെക്കുറിച്ച് ജീവിക്കുന്നവരുടെ ലോകം എന്നാണ് പറയുന്നത്. അപ്പം ഒരു മനുഷ്യന് ജനനം മുതൽ മരണം വരെ ഇവിടുത്തെ പ്രസൻസിനെയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് സർട്ടൻ സ്റ്റേജസിലേക്ക് പോകും. ഒന്നാമത്തത് ശരിക്കും ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയും. അതായത് 0 മുതൽ 3, ജനിച്ചത് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾ. 4-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സ് വരെ ഉള്ളതിനെ കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫിസിക്കലിയും മെൻ്റലിയും ചില ചേഞ്ചസ്, ഗ്രോത്ത് ഉണ്ടാവും. സ്കൂളിൽ പോയി തുടങ്ങുന്നത് ഈ ഒരു സമയമാണ്. 12-ാമത്തെ വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ നിയർലി 7-ാം ക്ലാസ് പൂർത്തീകരിച്ച് 13-ാമത്തെ വയസ്സിൽ ഹൈസ്കൂളിലേക്ക് പോകും. 13 മുതൽ 20 വരെയുള്ള വയസ്സിനെയാണ് നമ്മൾ കൗമാര പ്രായക്കാരെന്ന് പറയുന്നത്, അഡോൾസൻസ് എന്ന് പറയും. അപ്പം അഡോൾസൻസ് എന്ന് പറഞ്ഞാൽ കൗമാരമാണ്. ഇതിനകത്ത് കോളേജ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ശരി, അതുപോലെ ഒരു കുഞ്ഞ് തൻ്റെ ഒരു പ്രായത്തിൻ്റെ ഇതിൽ തുടങ്ങുന്നത് ഈ ഒരു പ്രായമാണ്. അതുപോലെ എഡ്യൂക്കേഷനും പീക്ക് സ്റ്റേജിലേക്ക് 2 ചേഞ്ചസിനകത്ത്, അതായത് 10-ാം ക്ലാസ്സിൽ 15-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ്സിൽ വരുന്ന ഡൈവേർഷൻ, അതുപോലെ തന്നെ +2 പഠിക്കുമ്പോൾ വരുന്ന ഡൈവേർഷന്, കോളേജിൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ, തിരഞ്ഞെടുത്തതിൻ്റെ PG കോഴ്സുകൾ, ഇങ്ങനെ ഒരുപാട് മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സമയമാണിത് വരുന്നത്. അടുത്ത് 20 മുതൽ 35 വരെ ഏർലി അഡൽട്ട്ഹുഡ് എന്ന് പറയും. 35 മുതൽ 50 വരെ മധ്യവയസ്കർ, മിഡിൽ അഡൽട്ട്ഹുഡ്. 50 മുതൽ 65 വരെ ലേറ്റർ അഡൽട്ട്ഹുഡ്. അതിനുശേഷം ഓൾഡ് ഡൈ എന്ന് പറയും. അപ്പം നമ്മൾ ജനനം മുതൽ ഈ ഒരു മരണം വരെ പോകുന്ന സർട്ടൻ സ്റ്റേജസാണ്. ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് വളർന്നതിനനുസരിച്ച്. അതുപോലെ ആദ്യത്തെ സ്റ്റേജ് കുഞ്ഞാണെങ്കിൽ ശരി, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഭവനത്തിലാണ് വളരുന്നത്. ഓക്കെ. സോ അതിനുശേഷം കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ചുറ്റുപാടിലൂടെയും കുടുംബം, ഫാമിലി, സ്കൂള്, ഇങ്ങനൊരു കണക്ഷനിലാണ് വരുന്നത്. കൗമാരം എത്തുമ്പോൾ കൂടുതലും ഫാമിലിയിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അടുത്ത് തൻ്റെ 20 മുതൽ 35 വയസ്സ് വരെ ഏർലി അഡൽട്ട്ഹുഡിൽ മുതിർന്ന പ്രായത്തിലേക്ക് ആരംഭമായി വരുമ്പോഴൊക്കെ അവർ തൻ്റെ ഫിനാൻഷ്യലൊക്കെ ബിൽഡ് ചെയ്ത് തൻ്റെ കുടുംബജീവിതവും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവർ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ്. മിഡിൽ അഡൽട്ട്ഹുഡ് തങ്ങളുടെ ജീവിതം ഒരു പീക്ക് സ്റ്റേജിലെത്തിച്ച് നല്ലൊരു സെറ്റിലായി ബിൽഡിങ്, നല്ലൊരു ജീവിതം പടുത്തുയർത്തുന്ന ഒരു സ്റ്റേജിലേക്കാണ്. അതിനുശേഷം അവരുടെ ആരോഗ്യം ഡിക്ലൈനായി വന്നിട്ടേയിരിക്കും. ഇതാണ് ലൈഫ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.